മിഥുന്റെ സംസ്കാരം നടന്നിരിക്കുന്നു. അനുജൻ സുജനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ഒരു കണ്ണീരോർമ്മയായി മിഥുൻ നമ്മുടെ മനസ്സിൽ എക്കാലവും ഉണ്ടാകും. ചെറിയ ഒരു വീട്, ഒളിഞ്ഞു വീഴാറായ വീട്, 7 സെന്റ് ഭൂമി, അതിൽ ഒരിടത്താണ്, ഒരു കോണിൽ അവനൊരു കൊച്ചു ചിത ഒരുക്കേണ്ടി വന്നു. അത്ര ഹതഭാഗ്യരായ ഒരു കുടുംബം. അങ്ങനെ ഒരവസ്ഥ മറ്റൊരു കുടുംബത്തിന് ഇനി ഉണ്ടാകരുത് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഒരു അനാസ്ഥയുടെ രക്തസാക്ഷി എന്നതിൽ തർക്കമില്ല. ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാക്കി ചില കാര്യങ്ങളൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് മിഥുൻ യാത്രയായിരിക്കുന്നു. ഇതിൻ്റെ സംസ്കാരമാണ് അല്പസമയം മുൻപ് നടന്നത്. അനുജൻ ചിതയ്ക്ക് തീ കൊളുത്തി. ഇപ്പോഴും ആ ചിതയ്ക്കരികിൽ ഏറെ പ്രിയപ്പെട്ടവർ, മിഥുന് ഏറെ പ്രിയപ്പെട്ടവർ നിൽക്കുന്നുണ്ട്. അവന് വിട ചൊല്ലുകയാണ്. ഷഫീദ്, പറയൂ. അത്യന്തം വേദനയോടെ മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഈ കാഴ്ചകൾ, ഈ ഓർമ്മകൾ, അത് ഇവിടെ ചിത കത്തിത്തിരുന്നു. ഇപ്പോൾ ഈ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട്. സ്വാഭാവികമായും വലിയ വേദന അവശേഷിക്കുന്നു ഈ വീട്ടുകാർക്ക്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ നാടിന്, നമ്മുടെ സംവിധാനങ്ങൾക്കൊക്കെ പറ്റിയ ഒരു വീഴ്ച, ആ വീഴ്ചയിൽ മാത്രമാണ് നിലവിലിപ്പോൾ നമുക്ക് പഠിക്കുന്നത്. ആ വീഴ്ചയെ മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വീട്ടിലെ അച്ഛന്റെ, അമ്മയുടെ, സഹോദരന്റെ ഒക്കെ മനസ്സിൽ മിഥുൻ എന്ന് പറയപ്പെടുന്നത് ഒരു നീറുന്ന ഓർമ്മയാണ്. അവരുടെ ജീവിതകാലം അവസാനിക്കും വരെ അക്കാര്യത്തിലും സംശയമില്ല. മാത്രവുമല്ല, ഇനി ഒരിക്കലും ഒരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ പുറത്തു വന്ന ഒരു വാർത്ത കേരളത്തിന്റെ നെഞ്ചു പൊട്ടിച്ചതാണ്, നെഞ്ചു തകർത്തതാണ്, ഒരു ഭാരം അത് ഉണ്ടാക്കിയതാണ്. അതിനെല്ലാം അപ്പുറം ഒരു പ്രിയപ്പെട്ട മനുഷ്യനെ നഷ്ടമായി പോകുന്ന, ഒരു പ്രിയപ്പെട്ട ആളെ നഷ്ടപ്പെട്ടു പോകുന്ന അമ്മയെ, അച്ഛനെ, സഹോദരനെ, അമ്മൂമ്മയെ ഒക്കെ നമുക്ക് എങ്ങനെ ചേർത്ത് നിർത്താൻ കഴിയും എന്നുള്ളത് പറയാൻ കഴിയില്ല. ഇവിടെ ചിത കത്തുമ്പോൾ തൊട്ടപ്പുറത്ത് പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ, ആ വീടിന്റെ ചുവരിൽ നമുക്ക് മിഥുൻ എന്ന് പറയപ്പെടുന്ന പ്രതിഭയെ കാണാം. അയാൾ വരച്ച ചിത്രങ്ങൾ കാണാം. കുടുംബ ബന്ധങ്ങൾ, സ്നേഹങ്ങൾക്ക് എത്ര വിലയുണ്ട് എന്ന് ഊഷ്മളമായി മിഥുൻ കോറിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ കാണാം. ഈ നാട്ടുകാർക്ക് മുഴുവൻ മിഥുനെ കുറിച്ച് പറയാൻ നല്ല ഓർമ്മകൾ മാത്രം. ഇവിടുത്തെ കളിമൈതാനങ്ങളിൽ ഫുട്ബോളും അതേപോലെ തന്നെ വോളിബോളും ഒക്കെ കളിച്ച് ജീവിതം എങ്ങനെയെങ്കിലും പച്ച പിടിപ്പിക്കണമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസവും അതിലും ഒന്നാമനായി അങ്ങനെ ആ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു, കുടുംബത്തിന്റെ എല്ലാ രീതിയിലും മുന്നോട്ടുള്ള വഴിയായിരുന്നു. ആ വഴിയാണ് ഇപ്പോൾ ഈ ചിതയായി കത്തി അമരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള, ഏറ്റവും വേദന ഉളവാക്കുന്ന കാര്യം. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഈ വീട്ടിലേക്ക് നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു. കാരണം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും മിഥുനെ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യർ ഇവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. ആ വേദനയെ, അതൊരു പ്രിയപ്പെട്ടവനായി, ഏറ്റവും പ്രിയപ്പെട്ടവനായി ഇന്നത്തെ ദിവസം മലയാളികൾ മിഥുൻ എന്ന് പറയപ്പെടുന്ന 13 വയസ്സുകാരനെ, ചേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8B സ്റ്റാൻഡേർഡിലെ ആ വിദ്യാർത്ഥിയെ നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവർത്തിക്കാര്യത്തിൽ പറയാനുള്ളത്, നമ്മളുടെ സംവിധാനങ്ങൾ നിരീക്ഷണക്കുറവുണ്ടാകരുത്, നമ്മളുടെ സംവിധാനങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടാകരുത്. ജീവിതം കരുപിടിപ്പിക്കാൻ വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും 2 മക്കളെ തനിച്ചാക്കിയാണ് മിഥുന്റെ അമ്മ സുജ പോയത്. ആ വേദന, ആ പ്രവാസ ജീവിതത്തിന്റെ വേദന, മക്കൾക്ക് നല്ലത് വരണമേ എന്നുള്ള അമ്മയുടെ വേദനയായിരുന്നു. ആ വേദന കൊണ്ടാണ് അവർ അവിടെ പോയി അവിടെ തുടർന്നത്. അതിനുശേഷം തിരികെ മടങ്ങി വരുമ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെ അതൊരു പേടിപ്പിക്കുന്ന സ്വപ്നമാണ്. ഇങ്ങനൊരു സ്വപ്നം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതാണ് നിലവിളിച്ച് കരഞ്ഞ് മിഥുനെ കൊണ്ടുവന്ന പേടകത്തിന്റെ മുകളിലേക്ക് തളർന്നു വീട് പോയ മിഥുന്റെ അമ്മയെ നമ്മൾ കണ്ടു. അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന കാഴ്ചകളായിരുന്നു വ്യാഴാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കണ്ടത്. പ്രതിഷേധങ്ങളൊക്കെ ഒരു വഴിക്ക് മാറ്റിവെച്ചാൽ ഇപ്പുറത്ത് ഈ വീട്, ഇതിനെ സ്നേഹിച്ചവർ, ഇതിന്റെ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഇതിനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രമായിരുന്നു. ഇതിന്റെ സഹോദരൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അത് തന്റെ ജ്യേഷ്ഠന്റെ ചെരുപ്പായിരുന്നില്ല മുകളിൽ കയറി എടുക്കാൻ പോയത്. അതും മറ്റുള്ളവർക്ക് വേണ്ടി, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചൊരു കുഞ്ഞൊരു പൊന്നോമന, ആ കുരുന്നാണ് ഇപ്പോൾ ചിതയായി കത്തിത്തീരുന്നത്. അത് വലിയ വേദനയാണ്. കേരളത്തിൽ ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഓർമ്മയായി അത് അവശേഷിക്കണം. നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി ഒരു അമ്മയ്ക്കും അച്ഛനും ഒരു സഹോദരനും ഒരു മുത്തച്ഛിക്കും ഈ രീതിയിൽ ഒരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഈ ചിത കത്തിയമർന്ന് ഇവിടെ നിന്ന് ജനങ്ങൾ പിരിയുമ്പോൾ ആ വേദന അവശേഷിക്കുന്നത് ആ പ്രിയപ്പെട്ടവരുടെ മനസ്സിലായിരിക്കും. ആ പ്രിയപ്പെട്ടവരുടെ മനസ്സ് അത് ചേർത്ത് പിടിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. ഏത് വാക്കുകൊണ്ട് ആശ്വസിപ്പിച്ചാലും ആശ്വാസമാകില്ല, പക്ഷേ അവരെ ആശ്വസിപ്പിക്കണം. അതിനൊക്കെ അപ്പുറത്തേക്ക് അവർക്ക് മുന്നോട്ടുള്ള വഴികാട്ടണം, മുന്നോട്ടുള്ള വെളിച്ചമാകണം. ഇത്തരം കണ്ട സ്വപ്നങ്ങൾ അത് നമ്മളെല്ലാവരും, കേരളം, മലയാളികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന്
അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നടത്തണം. നമ്മളിപ്പോൾ പറയുന്ന ഒരു വാക്കും നമ്മളുടെ ഒരു ആശ്വസിപ്പിക്കലും അവർക്ക് ആശ്വാസകരമാകില്ല. പക്ഷെ എങ്കിൽ കൂടി അവർക്ക് മുന്നോട്ട് പോകണം. ആ ജീവിത യാത്രയിൽ അവർ എത്രത്തോളം ഇനി കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് പഴയ പടിയുന്നതിനപ്പുറത്തേക്ക് അവർക്ക് തിരികെ വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുക നമുക്കറിയില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രഖ്യാപനങ്ങളല്ല വേണ്ടത്, അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കലാണ്. ആ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നത് എന്ത്? അവരുടെ ഏറ്റവും വലിയ നഷ്ടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ആ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മൂത്ത മകനെ, കുടുംബത്തിന്റെ അത്താണിയാകേണ്ടവനെ, കുടുംബത്തിന്റെ വഴിയാകേണ്ടവനെ, കുടുംബത്തിന്റെ വെളിച്ചമാകേണ്ടവനെയാണ് നഷ്ടമായത്. അതേസമയം അച്ഛൻ നിസ്സഹായനായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ അച്ഛന്റെ എല്ലാ പ്രതീക്ഷകളുമായിരുന്നു അത്. സഹോദരന് തുണയായിരുന്നു. അമ്മ വിദേശത്തേക്ക് പോയപ്പോഴും സഹോദരന്റെ കാര്യങ്ങൾ നോക്കി മിഥുനാണ് എല്ലാം ചെയ്തത്. വീട്ടിലെ കാര്യങ്ങൾ നോക്കിയത്, വീട്ടിലേക്ക് അമ്മൂമ്മയ്ക്ക് താങ്ങായി നിന്നത്. അങ്ങനെ ഒരു പ്രിയപ്പെട്ട മോനെ, പൊന്നോമനയെ നമുക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഇനി ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും ഗതിയുണ്ടാകരുതെന്നുള്ളത് മാത്രമാണ് നമുക്ക് ആശ്വസിപ്പിക്കാനുള്ളത്. അത് മാത്രമല്ല, ഇനി ഈ മിഥുൻ എന്ന് പറയപ്പെടുന്നത് കേരളത്തിലൊരു ഓർമ്മയാണ്. ഒരു സ്കൂളിന്റെ ചുവരിനോട് ചേർത്ത് വെച്ച അനധികൃതമായി നിർമ്മിച്ച ഒരു സൈക്കിൾ ഷെഡിന്റെ മുകളിലേക്ക് ഒരു വൈദ്യുതി കമ്പി അത്രതാണ് കിടന്നിട്ടും സ്കൂളിൽ KSB കാര്യം സ്കൂൾ അതിനോട് ആവശ്യപ്പെട്ടിട്ടും അത് പിന്നീടേക്ക് മാറ്റിവെച്ച നിസ്സംഗതയെ, പിന്നീടേക്ക് മാറ്റിവെച്ച വീഴ്ചയെ, അതിനെയൊക്കെ ചോദ്യം ചെയ്യും. വരും ദിവസങ്ങളിൽ അതിപ്പോൾ പറയേണ്ട കാര്യമില്ലെങ്കിലും ചോദ്യം ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്ക് കുടുംബത്തിനൊപ്പം നിൽക്കണം. നമുക്ക് ഇതിന്റെ അമ്മയ്ക്കും അച്ഛനും ചേർത്ത് പിടിക്കണം. ആ അമ്മയുടെ സങ്കടം കണ്ട് സഹിക്കാൻ കഴിയില്ല, കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയില്ല. അതിനപ്പുറം ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനെ നഷ്ടപ്പെട്ട കുടുംബത്തിന്, അവന്റെ കൂട്ടുകാർക്ക്, അവന്റെ സഹപാഠികൾക്ക് ചേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8B വിദ്യാർത്ഥികളുടെ കണ്ണീര് നമ്മൾ ഇന്ന് കണ്ടതാണ്. അവരുടെ അധ്യാപകരുടെ വൈകാരികമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഏറെ നെഞ്ചുപൊട്ടിക്കുന്നതായിരുന്നു, മനസ്സ് വിഷമിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ വിധി എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ കഴിയില്ല. എന്നിരുന്നാലും അതിലെ ജാഗ്രത പ്രവണയടക്കം നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാത്രമാണ് നമുക്ക് ഇതിനു വേണ്ടി ചെയ്തു കൊടുക്കാനുള്ളത്. സാധ്യതയിൽ എരിഞ്ഞടങ്ങുന്നത് ഒരു കുഞ്ഞു കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷകളാണ്. ഏറെക്കാലമായി ഈ രീതിയിൽ മകനെ നന്നായി പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കണം എന്ന ആഗ്രഹം അത് വെച്ച് പുലർത്തിയ മാതാപിതാക്കൾ, അവർക്കെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് ആ കുടുംബം. അതോടൊപ്പം തന്നെ ആ വിങ്ങലിൽ, ആ വേദനയിൽ അവർക്കൊപ്പം നാട്ടുകാരുണ്ട്. പക്ഷേ ആ കുടുംബത്തിൻ്റെ വേദന അത് എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് മാത്രമാണ് അറിയുന്നത്. അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ നാട്ടുകാരും അയൽവാസികളും ജനപ്രതിനിധികളും എല്ലാം, ഒപ്പം മാധ്യമപ്രവർത്തകരും എല്ലാം അവിടെ നിൽക്കുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കുഞ്ഞു മിഥുൻ്റെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങിലാണ് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ അതിന് സാക്ഷ്യം വഹിച്ച് നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ മിഥുനോട് യാത്ര പറയാൻ അന്ത്യയാത്രാമൊഴി നൽകാനായി അവിടെ എത്തിച്ചേർന്നത് നിരവധി പേരാണ്. അത് ആ ദേശത്തെ ആൾക്കാർ മാത്രമല്ല, മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ, സമീപ പ്രദേശങ്ങളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും അടക്കം ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അധികൃതരുടെ ഭാഗത്തുണ്ടായൊരു വീഴ്ചയിൽ പൊലിഞ്ഞൊരു കുഞ്ഞു ജീവൻ, അതിനെ ആ രീതിയിൽ തന്നെ കണ്ടേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ കുടുംബമാണ് ഇപ്പോൾ നമ്മുടെ എല്ലാം മുന്നിലുള്ളത്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവരുടെ വേദന, അതിന് അതിരുകളില്ല, അതിന് മറ്റു മാനങ്ങളില്ല. നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ കണ്ടതാണ്, വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ അമ്മ ദുഃഖം താങ്ങാനാവാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്.